ഉമ്മൻചാണ്ടി സർക്കാർ ക്ഷേമ പെൻഷൻ തുക 4 മാസം കുടിശ്ശിക വരുത്തിയപ്പോൾ അത് 16 മാസമാണെന്ന കള്ളപ്രചരണം കാലങ്ങളായി നടത്തിയവരാണ് ഇടതുമുന്നണി. ഈ പച്ചക്കള്ളം പി.സി. വിഷ്ണുനാഥിനെ പോലുള്ളവർ സഭയിൽ പൊളിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ പെൻഷന്റെ കാര്യത്തിൽ തുടർച്ചയായി വീഴ്ച വരുത്തുകയാണ്. കഴിഞ്ഞ 6 മാസമായി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയ അവസ്ഥയിലാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം പണം കൊടുക്കാൻ മാർഗമില്ലെന്ന് തുറന്നു പറഞ്ഞ് ഇന്നലെ മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ പെൻഷൻ കുടിശ്ശിക അടുത്ത കാലത്തെങ്ങും തീർക്കാൻ സർക്കാരിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ആ നിലയിലേക്ക് ആ തുക ഉയർന്നു കഴിഞ്ഞു. സംസ്ഥാനത്തെ 58 ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക 4600 കോടി രൂപയിലേക്കാണ് ഉയരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത്. സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി 6 മാസത്തെ തുക കുടിശ്ശികയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ആദ്യമായാണ്. പെൻഷനെ പ്രധാനമായും വോട്ട് ആകർഷിക്കാനുള്ള മാർഗമായാണ് സർക്കാർ കണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പണം കൊടുത്തു തീർക്കുക എന്നത് സർക്കാരിന് ഇപ്പോൾ നടക്കാത്ത കാര്യമായി മാറിയിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 1.5 മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവഴിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇതിനിടെ 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാൻ കഴിയില്ലെന്നുറപ്പാണ്. അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതത് മാസം തന്നെ നൽകണമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാതെ വരികയും ചെയ്യും. ഈ മാസവും അടുത്ത മാസവുമായി 25,000 കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്നും ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചത് തിരിച്ചടിയായി. പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത്. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ 2 മാസത്തെ പെൻഷൻ നൽകാനാകും. 1 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ 775 കോടി രൂപ വേണം. സംസ്ഥാന സർക്കാരിന്റെ മാത്രം പണം കൊണ്ട് 45.11 ലക്ഷം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത്. ഇതിനു വേണ്ടത് മാസം 667 കോടി. കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്താൽ 7.42 ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട്. ഇതിന് കേരളം കണ്ടെത്തേണ്ടത് 19.15 കോടിയാണ്. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായ 5.66 ലക്ഷം പേർക്ക് പെൻഷൻ നൽകാൻ 89.40 കോടി രൂപ വേണം. ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് 9,000 കോടി രൂപ വേണമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. ഇതേസമയം പെൻഷന്റെ കാര്യത്തിൽ പ്ലാൻ ബിയെ കുറിച്ചും സർക്കാർ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മുതൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും വിപണിയിൽ നിന്നും കടമെടുക്കാമെന്നതിനാൽ സർക്കാരിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനാകും. എന്നാൽ ഇത് മറ്റു ചിലവുകളെ ബാധിക്കും. മാത്രമല്ല സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വൻ തുക കടമെടുക്കുന്നത് അവസാന പാദത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അടുത്ത വർഷം വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി ആവശ്യമെങ്കിൽ പ്ലാൻ ബി പുറത്തെടുക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് സർക്കാരിന് ഒറ്റയടിക്ക് ചെലവ് നിയന്ത്രിക്കാൻ കഴിയുക. 56 വയസ്സിൽ നിന്ന് 57 വയസ്സാക്കിയാൽ 4,000 കോടി രൂപ ഒരു വർഷത്തേക്ക് ലാഭിക്കാമെന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അടുത്ത വർഷം പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ ഈ പ്ലാൻ ബി ആണോ സർക്കാർ പുറത്തെടുക്കുന്നത് എന്ന് കാത്തിരുന്നു കാണാം. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ പ്രായം കൂട്ടിയാൽ അത് യുവജനങ്ങൾക്കിടയിൽ എതിർപ്പിന് ഇടയാക്കും എന്നതാണ് സർക്കാർ നേരിടുന്ന പ്രതിസന്ധി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.